യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലറിയാണ്. 100 ഒട്ടകം ഞാൻ തരാ നബിയെ. പിന്നെയും വയലറിഞ്ഞു. പിന്നെ നീച്ചിട്ട് പറഞ്ഞു 100 ഒട്ടകം തരാ നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ മസ്ജിദുൻ നബവി ഇന്ന് വിശാലമാക്കുന്ന സ്ഥലവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫിലാണ്. അത്രയും വലിയ ധർമ്മിഷൻ. ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാക്ക് കുറച്ച് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, അത് വിറ്റ് കിട്ടിയ പൈസക്കാരെന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻസാരി അല്ല, മുഹാജിറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് പോന്ന മനുഷ്യനാ. പിന്നെന്തേ മൂപ്പർക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസയുണ്ടായി എന്നതാണ്. അതാണ് ദാനശീലം. കൊടുക്കാൻ മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. കൊടുക്കാൻ മനസ്സില്ലയോ കുപ്പായത്തിന്റെ കീശ മാറിയിട്ടേക്കാരം വന്നിട്ടുണ്ടാവുക. അതാണ് സംഗതി. ഇത് പിരിവിന് വേണ്ടി പറയല്ല. ഞാൻ സംഘാടകരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിരിക്കൂല. എന്താ കാര്യം? നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങാനാണെന്ന് തോന്നിപ്പോവും. ഒരിക്കലും അല്ല, ഞങ്ങളിരുന്നൊരു പൈസ വാങ്ങൂല. ഹക്ക് തന്നെയാണ്. അതുകൊണ്ട് പറയാണ്, സമ്പത്ത് പരിപാലിക്കപ്പെടണോ, ദാനം ശീലമാക്കണം. അതുകൊണ്ട് മുതലിലെ ബറക്കത്ത് എന്ന് പറയുന്നത് സ്വതക്കയാണ്, ദാനമാണ്. ഇത് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം, മക്കളെ നല്ലോണം പഠിപ്പിക്കണം. ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുണ്ട് ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് ബെല്ലടിച്ച് കണ്ടു. അതിൽ പറഞ്ഞു, മനുഷ്യന്റെ അടുത്ത് നയ പൈസ ഇല്ലാത്തോടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിക്കണത് വാപ്പോടില്ലാന്ന് പോയി പറഞ്ഞാടാന്ന് ചെറുക്കനോട്, മൂത്തവനോട്. അതൊരു പഠിപ്പാണ്. വേറൊരു പഠിപ്പുണ്ട്. എന്താ പഠിപ്പ്? വല്യമ്മക്ക് വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസയെന്ന് ഒരു 5 കൊട്ടൻ ഉറുപ്പ്യ എടുത്തിട്ട് ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടിയെ വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും അയാൾ ഞമ്മളിരുന്ന് എന്തേലും ഒന്ന് കിട്ടുന്ന് കരുതി വന്നതല്ലേ ഈ റമദാൻ മാസത്തില്. വെറും കൈയോടെ മടക്കണേ ശരിയല്ല, അള്ള ഞമ്മക്ക് വേറെ തന്നോളും, വാപ്പാന്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞങ്ങാണ്ട് കുട്ടിയുടെ അടുത്താണ് കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. സമ്പത്തിൽ ബറക്കത്തുണ്ടാവും. ഞാൻ ചിലപ്പം പറയലുണ്ട്, ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒന്നും സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവാണ്. എല്ലാവർക്കും നല്ലട്ടെ പറഞ്ഞത്, ജോലിക്കാരെ കൂടി തല്ലാൻ വരുമൊന്നും വേണ്ട. ഗവൺമെന്റ് ജോലിക്കാർക്ക്, ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവായിരിക്കും എന്ന് പറയലുണ്ട്. എന്താ സംഭവം എന്ന് പറയുന്നത്? അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ, പാലിന് കൊടുക്കാൻ അതിലൊരു വിഹിതം ഉണ്ടാവും, പിന്നെ മീൻകാരന് കൊടുക്കാൻ, സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കാൻ, ഇതൊക്കെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ തിരിച്ച് കണക്കാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സദക്കക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. സദക്കക്ക് വിഹിതമില്ല എന്നതാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിന്റെ കാരണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾക്കാണ് മനസ്സിലായാണ്ടല്ലോ, മുസ്ലിമും മുഅ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ, ഹലാലും ത്വയ്യിബുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓനോ ഓന്റെ വാപ്പാന്റെ വാപ്പേ 7 തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം. നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. മുസ്ലിം മൂമിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അറബിനെ എത്തിങ്ങാനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും ത്വയ്യിബുമായ തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ, അവന്റെ 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആളുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ 10 തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. അൽ ഹസനതു ബി അശ്രി അംസാലിഹാ ഹബീബുനാ റസൂലുള്ളാഹി. നന്മ അതിന്റെ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദാനം ശീലമാക്കണം. അത് വലിയൊരു ശീല. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സദഖയാണ്. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ്, ഹദിയയാണ്, ഹിബത്താണ്. സക്കാത്ത് ഉണ്ടാവൂല. സക്കാത്ത് നിർബന്ധ ദാനമാണ്. സദഖ, ഹിബത്ത്, ഹദിയ എന്നിവയാണ് സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സമ്പത്തിലെ ബറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം. പിന്നെ എപ്പോഴും നമ്മള് വരുമാനത്തെക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ബറക്കത്തുണ്ടാവുന്നതാണ്. അതായത്
1000 ഉറുപ്പ്യന്റെ പണിയെടുത്തിട്ട് 950 ഉറുപ്പ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലും, 1000 ഉറുപ്പ്യന്റെ പണിയെടുത്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക. എപ്പോഴും അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. സമ്പത്തിലെ ബറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്തുകൊണ്ടുള്ള എല്ലാവരും ബറക്കത്താണ് പോകും. ഭൂമിയിലുള്ള ബറക്കത്ത് പോവും, വീട്ടിലുള്ള ബറക്കത്ത് പോവും, എല്ലാം പോവും. അങ്ങനെ അപ്പൊ അതാണ് വീട്ടിലും ബറക്കത്തുണ്ട്. വീട്ടിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാല് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറി. അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി, മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങി. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു. വീട്ടിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. വീട്ടിൽ ബറക്കത്ത് ഇല്ല എന്നതിന് 2 അടയാളങ്ങൾ ഉണ്ടെന്നാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതിന് 2 അടയാളങ്ങളാണ്. ഒന്ന്, തുടരെയുള്ള മരണം. മരിക്കാപ്പ എന്തായാലും മരിക്കും, പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നുള്ളതൊരു പ്രശ്നമല്ലേ. തുടരെയുള്ള മരണം വീട്ടിൽ ബറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ്. എത്ര പൈസ കിട്ടിയാലും തികണില്ല. കാരണന്മാര് പറയും ഓട്ടക്കയ്യാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ എന്താ വേണ്ടത്? സൂറത്തുൽ വാഖിയ ഓതണം. സൂറത്തുൽ വാഖിയ പതിവാക്കണം. മൻ ഖറാ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മർറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. മൻ ഖറാ സൂറത്തുൽ വാഖിയ, ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ വാഖിയ ഓതിയാൽ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, മർറത്തൻ, ഒരു പ്രാവശ്യം, ലം യജിദുഹു ഫാഖത്തുൻ അബദാ, അവനൊരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ് വേണ്ടത്. എന്നെ സംഗതി വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും വിരുന്നുകാർ വരണം. എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പെങ്ങന്മാരോടൊക്കെ വരാൻ പറയണം. അഞ്ചനെ വിളിക്കണം, ജ്യേഷ്ഠനെ വിളിക്കണം, തറവാട്ടിൽ നിന്ന് വാപ്പാടൊന്ന് ഇടക്ക് വരാൻ പറയണം. ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അവനവൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവുമെന്നാണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, വിരുന്നുകാർ വരാത്ത വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. തന്നെ. അതുകൊണ്ട് ബറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ബറക്കത്ത് വലിയ സംഗതിയാണ്. സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും ബറക്കത്തുണ്ടായ ഒരാള് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയാറുണ്ട്. വേറൊരാള് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇവർക്ക് വലിയ സമ്പത്തിൽ ബറക്കത്തുണ്ടായ ആൾക്കാരാണ്. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നബി തങ്ങളൊപ്പം താമസിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ വാപ്പ മരിച്ചിട്ട് 2ാമത് കല്യാണം കഴിക്കുകയാണ്. അനസ് ബിൻ മാലിക് എന്നാ പറയാ. മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ അതിൽ കേട്ടിട്ടുണ്ടാവും. മകൻ മരിച്ചിട്ട് വാപ്പ വരുമ്പോ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തക്കാൻ തന്നാൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മു സുലൈം. അത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈമിനെ 2ാമത് കല്യാണം കഴിച്ചതായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുമാണ്. എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ 2ാമത് കല്യാണം കഴിച്ച എളാപ്പ. അതാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മാനെ 2ാമത് കെട്ടിക്കുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുകയാണ്. അപ്പോ അനസിനെ എന്താ വേണ്ടതെന്നൊരു തർക്കമുണ്ടായി. തറവാട്ടിൽ നിർത്തണോ, ഉമ്മ കൊണ്ടോണോ? അബൂ ത്വൽഹ നോക്കാൻ റെഡിയാണ്, കൊണ്ടുപോകാനും റെഡിയാണ്. പക്ഷെ ഇവർക്ക് പറഞ്ഞേക്കാൻ ഒരു വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞേക്കണോ നിർത്തണോ, അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം. അപ്പൊ അവസാനം ഒരു തീരുമാനം എടുത്തു, നബിന്റെ അടുത്ത് കൊണ്ടാക്കുക സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം.
എന്നാൽ വേണ്ടവർക്ക് പോയി കാണാം, കൊണ്ടുവരേണ്ടവർക്ക് അവിടുന്ന് കൊണ്ടുവരാം, നബി തങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഒരാൾ വയ്ക്കോരും. അങ്ങനെ തീരുമാനിച്ചിട്ട് എളാപ്പ അബൂ ത്വൽഹ അനസ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ട് നബി തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ റളിയല്ലാഹു അൻഹു, ഓന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അതിലിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ദ്വാരുന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, അനസിന് മുതലിലും സമ്പത്തിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് ദ്വാരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്നും മരിച്ചാലേ മരിച്ചോടത്തൊന്ന് ഓതണമെങ്കിൽ ദർസുള്ളോടത്തൊന്ന് വാടക ആളെ കൊണ്ടുവരേണ്ടി വരും. അനസ് റളിയല്ലാഹുവിന് ഹാഫിളീങ്ങളായ 100 ചില്ലാനം മക്കളുണ്ടായി. അതാണ് ബറക്കത്ത് പറഞ്ഞത്. ദീർഘകാലം ജീവിക്കുകയും ചെയ്തു, ഒരുപാട് കാലം ജീവിച്ചു, കുറേ മക്കളുണ്ടായി, 100 ചില്ലാനം മക്കള്, എല്ലാവരും ഹാഫിളീങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഒറ്റ ദുആയുള്ളൂ, മക്കളിൽ ബറക്കത്ത് ചെയ്യണേ. മദീനയിൽ എല്ലാവരുടെയും തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കാറുണ്ടായിരുന്നു. 100 ചില്ലാനം വയസ്സ്, 110 വയസ്സ് എന്ന അഭിപ്രായമുണ്ട്, 120, 130. പഴയകാലത്ത് ഉസ്താദ്മാരൊക്കെ വയസ്സ് പറയുമ്പോൾ 150 വയസ്സ് എന്ന് പറയാറുണ്ടായിരുന്നു. 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒറ്റ മുടി നരച്ചിട്ടില്ല. 10 വയസ്സിന് മുമ്പ് ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ ഒന്നിങ്ങനെ കൈവച്ചതായിരുന്നു. കാരണം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബറക്കത്തിന്റെ അസ്ല് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർ ചോദിക്കും, എന്തിനാകുമ്പോ കുടിയിരിക്കലിന് മങ്കൂസ് മൗലൂദ് ഓതുന്നത്, യാസീൻ ഓതിയാ പോരേ? യാസീൻ ഓതണം, അത് വേറെ ഓതണ്ട തന്നെയാണ്. മുഹമ്മദ് നബിയെ മുമ്പിൽ വെച്ചാലേ ബറക്കത്ത് ഉണ്ടാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ പറഞ്ഞേട്ടാ തോന്നും ഖുർആൻ ഞമ്മക്ക് അല്ലാഹു തആല നൂലും കൊണ്ട് ഇറക്കിയതാണ്. അത് മുഹമ്മദ് നബി കൊടുത്തതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഉണ്ട്? വെള്ളിയാഴ്ച ഓതുന്ന അൽകൗഫിലുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാകുന്നു. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്, അൻസല അലാ അബ്ദിഹി, അവന്റെ ഒരടിമക്ക് അവൻ ഇറക്കി. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരടിമയാണ്, എല്ലാവർക്കും കൂടി ഇറക്കിയതാണെങ്കിൽ അലാ ഇബാദിഹി എന്നാണ് പറയാ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആൻ മുഹമ്മദ് നബി കൊടുത്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്നതാണ്. നിസ്കാരം അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി നമുക്ക് എന്നതാണ് സല്ലല്ലാഹു അലൈഹി. ഞമ്മക്ക് അല്ലാഹു തആല തന്നത് മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തിനാ ഇപ്പൊ കുടിയിരിക്കലിന് മങ്കൂസ് മൗലൂദൊക്കെ ഒരു യാസീൻ ഓതിയാ പോരേന്ന്. യാസീൻ വേറെ ഓതണം, യാസീൻ മാത്രമല്ല അൽ ബഖറി ഓതണം, മങ്കൂസ് മൗലൂദ് വേറെ തന്നെ ഓതണം. അതന്നെ സംഗതി, അതന്നെ. അന്ത മുൻജീന ഗാദൻ ചൊല്ലി, അന്ത മുൻജീന ഗാദൻ മിൻ ശഫാഅതിക الصفا മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്നിഹി വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്നനാ നർജു ഇലാ ലില്ലതാഷ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാൻ ലഹാ നജ്മും ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ വീട്ടിൽ ബറക്കത്തുണ്ടാവണം. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സൂറത്തുൽ വാഖിഅ പതിവാക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വീടിന് ബന്ധമുണ്ടായിരിക്കണം. നബി തങ്ങളുടെ മദ് പറയണം, പാടണം, ഇടക്കൊക്കെ ഓരോ മൗലൂദൊക്കെ നടത്തണം. അങ്ങനെ വീട്ടിൽ ബറക്കത്തില്ലെങ്കിൽ തുടരെയുള്ള മരണങ്ങളും എത്ര പൈസ കിട്ടിയാലും തികയാത്ത അവസ്ഥയും അതാണ് ഉണ്ടാകുക. സഹാബത്തിൽ ഏറ്റവും ബറക്കത്തുണ്ടായ ഒരാള് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 130ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഒരു ചുളി വീണിട്ടില്ല. കവിളിലൊരു ചുളിയില്ല. എന്റെ കാരണം 10 വയസ്സിന് മുമ്പ് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചതായിരുന്നു കാരണം. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. തന്നെ സംഗതി മുഹമ്മദ് നബിയെ മുമ്പിൽ വെച്ചാൽ ബറക്കത്തുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിന്റെയും മുമ്പിൽ നബി തങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നത് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിനായിരിക്കണം. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ 4 എണ്ണമാണ്. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ഒന്നാമത് എന്തിനാണ് കുട്ടി എന്ന ഉദ്ദേശം ക്ലിയർ ആവണം. എന്തിനാ കുട്ടി? നമ്മളോട് ഒരാള് ചോദിച്ചു, എന്തിനാ എനിക്ക് കുട്ടി എന്ന് ചോദിച്ചു. നമ്മളെന്താ പറയാ? വയസ്സാകുമ്പോ നോക്കാനെന്നാ പറയാ. സാധാരണഗതിയിൽ അങ്ങനെയല്ല പറയാ. വയസ്സാകുമ്പോൾ നോക്കാൻ കുട്ടിയൊന്നും വേണ്ട. കീശയിൽ കായുണ്ടെങ്കിൽ ഒരു നേഴ്സിനെ വെച്ചാൽ അവനാൻ്റെ മക്കൾ നോക്കണേനേക്കാൾ ഉഷാറായിട്ട് നോക്കും. മക്കൾ നോക്കിയാൽ കണ്ണ് തെറ്റിയാലും മറവുക്ക് പോയിട്ട് മോളെ കെട്ടിച്ചോടത്തേക്ക് വിളിക്കും. ബാപ്പുട്ടിക്ക് ഒഴിവുണ്ടോ വാപ്പാൻ്റെ അടുത്തൊന്ന് വന്ന് നിൽക്കാൻ? എത്രയേച്ചിട്ടപ്പം മനുഷ്യൻ നിൽക്കണത്? അത്യാവശ്യം ഒരു വൈക്ക് പോകാണ്ടായിരുന്നു എന്ന് പറയും. ശമ്പളത്തിന് ഒരാളെ വെച്ചാൽ അങ്ങനെ എന്തായാലും പറയില്ല. വയസ്സാകുമ്പോൾ നോക്കാനൊന്നും കുട്ടിനെ വേണ്ട. അല്ലെങ്കിലും ചെറുപ്പത്തിൽ നോക്കിയ അള്ളാഹു തആലാക്ക് നമ്മളെ വയസ്സാകുമ്പോൾ നോക്കാൻ ഒരു പണിയില്ല. അത് ഓൻ നോക്കിക്കോളും. എന്തിനാ കുട്ടി? കുറെ സ്വത്തും മുതലൊക്കെ അല്ലേ, അതിനൊരു അനന്തരാവകാശമാണല്ലോ എന്നാണ് പിന്നെ തോന്നുക. അതും വേണ്ട. കുറെ സ്വത്തും മുതലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അനന്തരാവകാശം ഒന്നും ഉണ്ടായില്ല. നമ്മൾ മരിച്ചപ്പോൾ അതൊക്കെ കൂടിയും ഗവൺമെന്റിക്ക് വില്ലേജ് ഓഫീസർ വന്നിട്ട് ഗവൺമെന്റിക്ക് കണ്ടു കെട്ടിയാൽ ഖബർ കിടക്കുമ്പോൾ മുൻകർ നക്കീർ വന്നിട്ട് ആടാ ഇജ്ജ് കുറെ പൈസ ഉണ്ടാക്കിയാണ്ട് ഗവൺമെന്റ് കൊടുത്തു പോന്നിക്കാന്ന് ചോദിച്ചാൽ അടി കിട്ടുമോ? ഇല്ല. ചിലപ്പോൾ അതോടെ മക്കൾക്ക് ഒഴിവാക്കിയിട്ട് കൊടുത്തിട്ട് ഓല് കുരുത്തക്കടി കാട്ടിയാലേ ചിലപ്പോൾ അടി കിട്ടുക. അനന്തരാവകാശമാണെന്നൊന്നുമില്ല. അമ്പിയാക്കൾക്കൊന്നും അനന്തരാവകാശികളില്ലല്ലോ. നഹ്നു മഅശറൽ അംബിയാഇ ലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അനന്തരാവകാശമാണെങ്കിൽ അമ്പിയാക്കൾക്കല്ല ആദ്യം വേണ്ടേ? അതൊന്നും വേണ്ട. ഉണ്ടെങ്കിൽ പോലും എടുത്തോട്ടെ, നല്ലത് തന്നെയാണ്. വേണ്ടെന്നല്ല ഈ പറഞ്ഞത്. ഉണ്ടെങ്കിൽ എടുത്തോട്ടെ.
ഉണ്ടാക്കും വേണം കേട്ടോ, ഒക്കെ വേണ്ട തന്നെയാണ്. പക്ഷെ ഉദ്ദേശം അതൊന്നല്ല. പിന്നെന്തിനാ കുട്ടികളെ കൊണ്ടൊരാവശ്യം ഉണ്ടാകും. എന്താ നിങ്ങള് നാളെ അങ്ങനെ മഹ്ശറെ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഹിസാബൊക്കെ കഴിഞ്ഞാലേ 120 വരികളിലായി മനുഷ്യന്മാര് സ്വർഗത്തേക്ക് ഇങ്ങനെ നിൽക്കും. അതിൽ 90 വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും. അതിലൊരു 4 ഞമ്മൾതില്ലെങ്കിൽ എന്തിനാ പറ്റുക? അതിനാ കുട്ടി. മുഹമ്മദ് നബിയെ മുന്നിൽ വെച്ചാലല്ലാതെ മക്കളിൽ ബറക്കത്തുണ്ടാവൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെ സംഗതി. കുട്ടി എന്തിനാന്നുള്ള എൻ്റെ ഉത്തരം ക്ലിയർ ആയിരിക്കണം. അതിനെന്നെയാണ് കല്യാണവും, അതിനെന്നെയാണ് പെണ്ണുങ്ങളെ തീറ്റിപ്പോറ്റുന്നതും, അതിനെന്നെയാണ് മക്കൾ ഉണ്ടാവുന്നതും. 120 വരികളിലായി സ്വർഗത്തിലേക്ക് വരി നിൽക്കുമ്പോ 90 വരി എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുന്ന കൂട്ടത്തിൽ ഞമ്മളെ വക സംഭാവനയായി ഒരു 4 ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ന് നിയത്ത് ചെയ്യണം. ഒരു സംഘാടകൻ ആവശ്യമുണ്ടായിരുന്നല്ലോ. പണ്ട് ഈ മുന്നിൽ ഒഴിഞ്ഞ കസാല എടുത്ത് മാറ്റി സൈഡിലേക്ക് എടുത്ത് തട്ടിയിട്ട് വെച്ചാൽ അല്ല, അതാണ് എടുത്ത് മാറ്റിയാൽ മതി. അതാണ് നല്ലത്. ഈ ഒരു വരിയാണ് എടുത്ത് ഒഴിവാക്കിയിട്ട് ബാക്കി ഫില്ല് ചെയ്യും. സൈഡിക്കാണ് തട്ടിയിട്ടാൽ മതി. ബാക്കി ഇനി ആളിലൊന്നും കയറിയിരിക്കും. മുന്നേ തന്നെ ഇങ്ങനെ ഒഴിഞ്ഞടക്കുമ്പോഴേ ഒഴിഞ്ഞതൊക്കെ ശൈത്താൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് വേണ്ടെന്ന് എഴുതിയിട്ട് മുന്നത്തെ ഒരു വരിയാണ് എടുത്ത് ഒഴിവായിക്കളി. നിങ്ങളിവിടെ ഉണ്ടല്ലേ? ആയിക്കോട്ടെ. ബക്കറ്റ് വിരിവ് നടത്തുക. ബക്കറ്റ് കൊടുന്നോളി. ബക്കറ്റ് വിരിവുണ്ട്. എല്ലാവരും കാര്യമായിട്ട് സംഭാവനകൾ കൊടുക്കണം. ഇവിടെ കുറെ ചെലവുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയും കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ട് ബക്കറ്റിലേക്ക് സംഭാവന കൊടുക്കണം. ബക്കറ്റ് വിരിവ് നടത്തും. ബക്കറ്റായിട്ട് വരിക. സ്റ്റേജിമുള്ളവരത്തൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചോളി. ഞാനല്ലാത്തവരിന്നൊക്കെ മേടിച്ചോളി. പിന്നെ സാസൊന്ന് മേടിച്ചോളി. അവിടെ കണ്ട ആൾക്കാർ ആ പള്ളിയുടെ അവിടെ ഇല്ല അവരൊന്നൊക്കെ പോയി മേടിക്കണം. പെണ്ണുങ്ങളുടെ അടുത്തുനിന്നൊക്കെ എല്ലാവരുടെ അടുത്തുനിന്ന് മേടിക്കണം. ഇന്നലെ ഒരു കവർ കൊടുത്തിരുന്നു. അതിപ്പോ കൊടുക്കാനാ? ബക്കറ്റ് കൊടുക്കാനാ? അതിന്റെ കൂടെ ആ സ്ഥിരം കൊടുക്കുന്നത് വേറെയും കൊടുക്കണ്ടേ? അതെ, ഇന്നലെ തന്ന ബക്കറ്റ് അതിൽ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആ സ്ഥിരം കൊടുക്കുന്നത് വേറെ കൊടുക്കണം. കവറും കൂടി അതിൽ ഇട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മാത്രം. അങ്ങനെ ഇൻഷാ അല്ലാഹ്. വേണ്ട ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാലും അതാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യാൻ ആകെ ആവശ്യമായി വന്നത് 23 വർഷമാണ്. ഏതൊരു മനുഷ്യനെ എന്തൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാലും സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിയില്ല. സമയം കിട്ടിയില്ല അറിയും. സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിശ്രമിച്ച് രാത്രി പുറത്തിറങ്ങിയിട്ട് നക്ഷത്രത്തെ നോക്കിയിട്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്നിങ്ങനെ നബി തങ്ങൾ പറയുമായിരുന്നു എന്നാണ്. അപ്പോ സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.